നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സമ്മർദ്ദഘട്ടങ്ങളിലെ ടീമിന് ഏറ്റവും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ പറ്റുന്നവൻ, അതാണ് ഒരു മികച്ച താരവും ഒരു മഹാരഥൻ, ലെജൻഡ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന താരവും തമ്മിലുള്ള വ്യത്യാസം. 5 IPL കിരീടങ്ങൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ, പ്ലെയർ എന്ന നിലയിൽ 6 IPL കിരീടങ്ങൾ, 7000 റൺസ് തികക്കുന്ന രണ്ടാമത്തെ മാത്രം താരം, ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ചുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ താരം, ഫൈനലിലും എലിമിനേറ്ററിലും പ്ലെയർ ഓഫ് ദി മാച്ച്. IPL രോഹിത് ശർമ്മ വേറെ ലെവലാണ്. വൺ ആൻഡ് ഓൺലി ഹിറ്റ് മാൻ ഇൻ IPL. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനമാണ് വന്നത്. 81 റൺസ് അടിച്ചുകൊണ്ട് മുംബൈയുടെ പടുകൂറ്റൻ സ്കോറിൻ്റെ അടിത്തറയിട്ടത് അദ്ദേഹമാണ്. ഇന്നലത്തെ സിക്സറുകളോടുകൂടി 300 സിക്സറുകൾ അദ്ദേഹം IPL കംപ്ലീറ്റ് ചെയ്യുന്നു. IPL ഏറ്റവും അധികം സിക്സർ ഉള്ളത് ക്രിസ് ഗെയിലിനാണ്. 141 ഇന്നിങ്സിൽ നിന്ന് 357 സിക്സറുകൾ. രണ്ടാമതേക്ക് ഇപ്പോൾ രോഹിത് ശർമ്മ എത്തുന്നു. 266 ഇന്നിങ്സിൽ നിന്ന് 302 സിക്സറുകൾ. ഈ കാര്യത്തിൽ മൂന്നാമതുള്ളത് വിരാട് കോഹ്ലിയാണ്. 258 ഇന്നിങ്സിൽ നിന്ന് 291 സിക്സറുകൾ. MSD ആണ് പുറകിൽ. 242 മത്സരങ്ങളിൽ നിന്ന് 264 സിക്സറുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതേസമയം ABD ആണ് തൊട്ടു പുറകിലുള്ളത്. 171 ഇന്നിങ്സിൽ നിന്ന് 251 സിക്സറുകൾ. ഏതായാലും 300 സിക്സർ തികക്കുന്ന രണ്ടാമത്തെ മാത്രം താരം IPL, 300 സിക്സർ തികക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം എന്ന റെക്കോർഡും അദ്ദേഹത്തിനുണ്ട്. ഇനി നോക്കുക, ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ചിട്ടുള്ളവരുടെ ലിസ്റ്റ്. ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ച ഇന്ത്യൻ താരമായിട്ട് ഇന്നലെ അദ്ദേഹം മാറി. 21 പ്ലെയർ ഓഫ് ദി മാച്ചുകൾ. ഇനി ഇന്ത്യൻ താരമെന്നല്ല, മൊത്തം കളിക്കാരുടെ ലിസ്റ്റ് എടുത്താൽ, അതായത് ഓവർസീസ് കളിക്കാരുടെ ലിസ്റ്റ് കൂടി എടുത്താൽ രോഹിത് ശർമ്മ കാര്യത്തിൽ മൂന്നാമതാണ്. 25 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ 184 മത്സരങ്ങളിൽ നിന്ന് സ്വന്തമാക്കി. ABD ആണ് ഈ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളതെങ്കിൽ 22 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ 142 മത്സരങ്ങളിൽ നിന്ന് നേടിക്കൊണ്ട് ക്രിസ് ഗെയിലാണ് രണ്ടാം സ്ഥാനത്ത്. 271 മത്സരങ്ങളിൽ നിന്ന് 21 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് രോഹിത് ശർമ്മ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഏതായാലും രോഹിത് ശർമ്മ ഇന്നലത്തെ പ്രകടനത്തെക്കുറിച്ച് കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകൾ കൂടി നോക്കണം. അദ്ദേഹം പറയുന്നു, ഈ ഒരു IPL ഐ ഹാവ് ഗോട്ട് ഓൺലി 4 50s. ഞാൻ വിചാരിക്കുന്നു എനിക്ക് കൂടുതൽ 50കൾ, കൂടുതൽ ബിഗ് സ്കോറുകൾ നേടേണ്ടതുണ്ട്. ഞാനത് മനസ്സിലാക്കി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എലിമിനേറ്റർ എന്നുള്ളത്. ഈ കളിയെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ കൂടി ഒരു ടീം എഫേർട്ടിൻ്റെ, ടീം പെർഫോമൻസിൻ്റെ റിസൾട്ടാണ്, കംപ്ലീറ്റ് ടീം പെർഫോമൻസാണ് ഇവിടെ വന്നത്. ഞാൻ കളിക്കുമ്പോൾ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെ എൻ്റെ ബെസ്റ്റ് പുറത്തെടുക്കാം, അതാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ലക്ക് എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എനിക്കറിയാം എങ്ങനെ ആ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന്. ഞാനത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. ടീമിനെ നല്ല പൊസിഷനിലേക്ക് കൊണ്ടുപോകാനും പറ്റി. നമുക്ക് അറിയാമായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുമ്പോൾ ബൗൾ ചെയ്യുന്ന ടീമിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഡ്യൂ വരും എന്നുള്ളത്. ഏതായാലും മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ ഇന്നിങ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഷോട്ടുകൾ ഞാൻ ഇതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് അത്തരം ഷോട്ടുകളൊക്കെ ഫീൽഡേഴ്സിൻ്റെ അടുത്തേക്ക് പോയി. ബട്ട് ഐ ഗോട്ട് ലക്കി. ആ ചാൻസുകൾ അവർ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഡ്രോപ്പ് വന്നതിന് ശേഷവും, അങ്ങനെ സംഭവിച്ചാലും നമ്മൾ മികച്ച രൂപത്തിൽ മുന്നോട്ട് കളിച്ച് പോവുകയാണ് വേണ്ടത്. എന്തായാലും നമ്മുടെ ബൗളേഴ്സും മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇറ്റ് വാസ് എ ഗുഡ് ബൗളിംഗ് എഫേർട്ട് ആസ് വെൽ. പിന്നെ ബെയർസ്റ്റോയുടെ കാര്യത്തിൽ, ബെയർസ്റ്റോയെ ഇത്രയും കാലം മറുഭാഗത്ത് നിന്ന് നോക്കി കണ്ടതാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും ബാറ്റ് കൊണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്തരത്തിലുള്ള സ്റ്റാർട്ടുകൾ അദ്ദേഹത്തിന് നൽകാൻ കഴിയും എന്നുള്ളത് ഞങ്ങൾക്ക് ഗുണമാണ് എന്നുകൂടി രോഹിത് ശർമ്മ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.